ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതെ, ഇന്ന് എൻ്റെ കൂടെ വേറൊരു ടീം കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ സാധനം കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? മിക്കവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, പ്രത്യേകിച്ച് ആൺകുട്ടികളല്ല എല്ലാവരും. അപ്പോൾ ഇത് അറിയാത്തവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് ഇന്ന് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാം. ഞാനൊരു ലാലേട്ടൻ ഫാൻ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ലാലേട്ടനെ ഉണ്ടാക്കിയ പഴവും റമ്മും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അതെ, നമുക്കിതിന് നേന്ത്രപ്പഴം ആവശ്യമുണ്ട് കേട്ടോ. നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ, അപ്പോൾ വേഗമാവും. ഇങ്ങനെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് വെക്കുക. ഇത് വളരെ ചെറിയ പഴമാണ് കേട്ടോ, എനിക്ക് പാകത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വലിപ്പം നീളത്തിലായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പാടായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും ഉണ്ടാക്കിയാൽ മതി. ഇനി ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നെ മതി കുറച്ചുണ്ടാക്കി നോക്കിയാൽ മതി, അപ്പോൾ ചീറ്റിപ്പോയാലും കുഴപ്പമില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും വെറൈറ്റി ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. ആദ്യം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഉണ്ടാക്കുന്ന സാധനം തന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അങ്ങനെയല്ലേ. ഇപ്പം എല്ലാ പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി അവരും എല്ലാം ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിന് പഴം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് വേണം, കുറച്ചൊരു കൈപ്പിടി കോക്കനട്ട് വേണം. നമ്മുടെ പഴം എത്രയാണോ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര യൂസ് ചെയ്യാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ലാലേട്ടൻ ഉണ്ടാക്കിയത് ബ്രൗൺ ഷുഗർ ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഗീ, ഇത്ര മതി. നമുക്ക് വേണ്ടത് മെയിനായിട്ട് റമ്മാണ്. പക്ഷെ റമ്മ് ഉണ്ടോ ആകെ ദേ ഇത്രയേ ഉള്ളൂ. ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഇവിടെയുള്ളവരും കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്നിട്ട് കാണും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. അതെ, ആദ്യം ഫ്രൈ പാൻ എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക കേട്ടോ. ഞാൻ ഒത്തിരി നെയ്യൊന്നും ചേർക്കുന്നില്ല, കുറച്ച് നെയ്യേ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു ചെറിയ കുഴിയുള്ള രീതിയിലുള്ള ഒരു ഫ്രൈ പാൻ എടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പഴം വെച്ച് കൊടുക്കാം ഇതിലേക്ക്. പൊട്ടിത്തെറിക്കും, നോക്കിക്കോണം. ആരും കയ്യും കാലൊന്നും പൊള്ളിക്കണ്ട, നോക്കി പയ്യെ ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് പറ്റുന്നത്ര ഞാൻ വെച്ചിട്ടുണ്ട്. ഇട്ടിട്ട് നമ്മൾ പറ്റുമെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സാധനം നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ഗീയിൽ കിടന്നിട്ട് ഒന്നായിക്കോട്ടെ. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം കേട്ടോ, അതുകൊണ്ട് വേഗമാവും. ഒരുപാട് സമയം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട, വളരെ കുറച്ച് സമയം മാത്രം മതി. എന്താണെങ്കിലും നമ്മുടെ ലാലേട്ടൻ ഉണ്ടാക്കിയതല്ലേ, മോശമാവില്ല. ഇതിലേക്കുണ്ടല്ലോ ഞാൻ ഈ ശർക്കര പാനി ഒഴിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇതെനിക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ്. ഇനി നമുക്ക് റമ്മ് ഒഴിച്ചു നോക്കാം. റമ്മ് ഒഴിച്ചു നോക്കട്ടെ കേട്ടോ. സത്യം പറയട്ടെ, ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിക്കാം. പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ, അത് മതിയായിരിക്കും, കുറച്ച് പഴമല്ലേ ഉള്ളൂ. പിന്നെ വേണ്ടത് കോക്കനട്ട് ആണ് കേട്ടോ. കോക്കനട്ട് ഇടുക.
ഇതേ തിരിച്ച് മറിച്ച് നോക്കിയിടാൻ നല്ല പാടുണ്ട് കേട്ടോ. വിചാരിച്ച പോലെയല്ല, പഴം എന്ത് കഴിയുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് മറിച്ചിടാനൊന്നും പറ്റുന്നില്ല. അപ്പൊ കൈ കൊണ്ട് പിടിക്കണ്ട, കൈ കൊള്ളു. കാണാനൊക്കെ രസമുണ്ട്, എന്താവും അറിയില്ല. കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ. നോക്കിക്കേ, ഉണ്ടോ? പഴം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്താണേലും ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ. നമുക്ക് നോക്കാം. അതെ ഗൈസ്, ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കൂടെ വേണം കേട്ടോ. ഐസ്ക്രീം ഇല്ലാതെ കഴിക്കാം, പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് മാറ്റാം. കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും വാനില ഫ്ലേവർ ഒക്കെ ആയിരിക്കും തോന്നുന്നു നല്ലത്. എനിക്ക് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷെ ഇതിങ്ങനെ കഴിക്കേണ്ടത് കാരണം ഞാൻ കുറച്ച് ഐസ്ക്രീം വെക്കുന്നുണ്ട്. നമുക്ക് കുറേ വേണമെങ്കിൽ കുറേ വെച്ച് കഴിച്ചോ. കഴിച്ചു നോക്കട്ടാ. അപ്പോൾ സൂപ്പറാ. ഇതില്ലാതെ ഒന്ന് കഴിച്ചു നോക്കട്ടെ, അതായത് ഐസ്ക്രീം ഇല്ലാതെ. എനിക്ക് ഐസ്ക്രീം ഇല്ലാത്തതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെ. ഇനി ഇത് പിസ്ത ഫ്ലേവർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, സംഭവം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയോ. റമ്മിന്റെ ആ ഒരു ഫ്ലേവറോ അങ്ങനത്തെ ഒരു മണോ അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടാക്കി കഴിയുമ്പം. പക്ഷെ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്. അടിപൊളിയാണ് കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, വലിയവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയ സാധനം. ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.